അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ഒരു ടോപ്പിക്കാണ് കേട്ടോ. കേലിയെ. ഈ കേലിയെ എന്ന് ഉദ്ദേശിക്കുന്നത് പല രീതിയിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ ലിയെ 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 എന്ന് കേൾക്കുന്നുണ്ട്. ഇപ്പോ ഉസ്കെ ലിയെ, ഉൻകെ ലിയെ, ഹമാരെ ലിയെ, ഖുദ് ലിയെ, മേരെ ലിയെ, അങ്ങനെ ഒരുപാട് ലിയെ ഉണ്ട്. എല്ലാത്തിനും നമുക്ക് എങ്ങനെയാണ് അർത്ഥം വരുന്നത്? വേണ്ടി എന്നാണ് അല്ലേ? കേലിയെ വേണ്ടി എല്ലാവർക്കും അറിയാൻ പറ്റും. കേൾക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. ആ ഒരൊറ്റ ടോപ്പിക്ക് മാത്രം എടുത്ത് നമ്മൾ ഒന്ന് നോക്കുന്നു, അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ശരി, ആദ്യം തന്നെ ഉസ്കേലിയെ. ഉസ്കേലിയെ എന്ന് പറയുമ്പോൾ എന്താണ്? അവന് വേണ്ടി, അല്ലെങ്കിൽ അതൊരു ലഡ്കിയാണ്, സോറി ഒരു ഗേൾ ആണെങ്കിൽ അവൾക്ക് വേണ്ടി അല്ലെ? അപ്പൊ ഉസ്കേലിയെ. ഇപ്പൊ ഞാൻ പറയാണ് മേ യേ ഉസ്കേലിയെ ബനായാ താ, ബനായി തീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് അവന് വേണ്ടി അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. മനസ്സിലായോ? അവന് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. അതാണ് മേ യേ ഉസ്കേലിയെ ബനായി തീ. അതുപോലെ തന്നെ യേ ഉസ്കേലിയെ ഹേ, ഇത് അവന് വേണ്ടിയുള്ളതാണ്, അല്ലെങ്കിൽ ഇത് അവന് വേണ്ടി അവൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പൊ അതാണ് ഉസ്കേലിയെ. ഇനി ഉൻകേലിയെ. യേ ഉൻകേലിയെ എന്താണ്? നമ്മൾ സംസാരിക്കുമ്പോൾ സെന്റൻസിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഉൻ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് റെസ്പെക്റ്റോട് കൂടി സംസാരത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. ഉസ്കേലിയെ. ഉസ്കേലിയെ എന്നുള്ളത് അത്ര നമ്മൾ കുട്ടികളോടൊക്കെ പറയുമ്പോഴാണ് ഉസ്സും ഇസ്സും ഒക്കെ ഇസ്കാഹെ അങ്ങനെ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഉൻകാഹെ ഇൻകാഹെ എന്നുള്ളത് നമ്മൾ ഇത്തിരി റെസ്പെക്റ്റോട് കൂടി പറയുന്നതാണ്. സംസാരത്തില് ഉൻകേലി എന്ന് പറയുന്നത് അവന് കൊടുക്കൂ എന്ന് പറയുമ്പോൾ ഉൻകോ ദേദോ അങ്ങനെ പറയുന്നതാണ് റെസ്പെക്ട് കേട്ടോ. ഇനി നോർമലി നമുക്ക് ഉൻകേലിയെ എന്ന് ഉദ്ദേശിക്കുമ്പോൾ അവർക്ക് എന്നുള്ളൊരു അർത്ഥമാണ് അതിൽ വരുന്നത് കേട്ടോ. ഉൻകേലിയെ ഇപ്പൊ നമ്മൾ അവർക്ക് കൊടുക്കാനുള്ളതാണ്, ഇത് അവരുടെയാണ്. ഉൻകേലിയെ എന്ന് പറയും. മനസ്സിലായോ? ഇനി അതുപോലെ തന്നെ എനിക്ക്, ഇത് എനിക്ക് വേണ്ടിയാണെന്ന് എങ്ങനെയാ പറയാ? മെരേലിയെ. ഏ മെരേലിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എനിക്ക് വേണ്ടിയുള്ളതാണ്. ഇത് എനിക്ക് വേണ്ടിയുള്ളതാണോ നമ്മൾ ചോദിക്കാം. ഇത് എനിക്ക് വേണ്ടിയുള്ളതാണോ? ഏ മെരേലിയേക്കാ, ഏ മെരേലിയേക്കാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് വേണ്ടിയുള്ളതാണോ? അതാണ്. മനസ്സിലായോ? അപ്പൊ എന്തൊക്കെയാ നമ്മൾ നോക്കിയ? ഉസ്കേലിയെ, ഉൻകേലിയെ, മെരേലിയെ. ഇനി എന്താ? ഖുദ്കേലിയെ. ഖുദ്കേലിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിം അർത്ഥം തന്നെയാ വരുന്നത് കേട്ടോ. മേരേലിയെ. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ മേരേലിയെ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി. അപ്പൊ ഖുദിന്റെ അർത്ഥം നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട്. എന്താണ്? സ്വയം അല്ലെ? അങ്ങനെയാണ് നമ്മൾ മേയെ ഖുദ് കിയാത അല്ലെ? മെനയെ ഖുദ് കിയാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ സ്വയം ചെയ്തതാണ്. അപ്പൊ ഈ ഖുദ് കേലിയെ എന്ന് പറയുമ്പോ എന്താണ്? സ്വയം എനിക്ക് വേണ്ടി തന്നെ എന്നാണ് അതിനർത്ഥം. അപ്പൊ നമ്മൾ കൂടുതലും മേരേലിയെ എന്നാണ് സംസാരത്തിൽ ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾ ഖുദ് കേലിയെ എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിക്കോ. എനിക്ക് വേണ്ടി എന്നാണ്. മനസ്സിലായോ? യേ മേ ഖുദ് കേലിയെ ബനായി തീ, യേ മേ ഖുദ് കേലിയെ ബനായി തീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. മനസ്സിലായോ? നമ്മൾ സ്വയം ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കില്ലയോ, അതാണ് അതിനർത്ഥം കേട്ടോ. ഇത് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പൊ അതാണ് ഖുദ് കേലിയെ. ഇനി കേലിയെ ആയിട്ട് വരുന്നത് ഹമാരേലിയെ. ഹമാരേലിയെ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് രീതിയിൽ അതിനർത്ഥം വരും, സിറ്റുവേഷൻസ് അനുസരിച്ച് കേട്ടോ. എന്താ പറയാ? നമുക്ക് വേണ്ടി എന്ന് വരും, ഞങ്ങൾക്ക് വേണ്ടി എന്ന് വരും. അതെങ്ങനെയാ? ഇപ്പൊ ഹമാരേലിയെ. ഹമാരേലി എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ എല്ലാവരോടും കൂടി ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും വസ്തു നമ്മൾ പറയാണ്, ഇത് നമുക്ക് വേണ്ടിയുള്ളതാണ്. ഏ ഹമാരേലിയെ ഹേ, ഏ ഹമാരേലിയെ ഹേ. അപ്പൊ എന്താണ് അതിനർത്ഥം വന്നത്? ഇത് നമുക്ക് വേണ്ടിയുള്ളതാണ്. ഇനിയിപ്പോ ഒരു വ്യക്തിയോട് പറയാണ്, നീ അതെടുക്കല്ലേ, ഇത് ഞങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അങ്ങനെ പറയില്ലേ? നമ്മൾ വേറൊരു വ്യക്തിയോട് പറയും ഇത് ഞങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോഴങ്ങനെ പറയുന്നത് എന്താ? ഏ ഹമാരേലിയെ ഹേ. മനസ്സിലായോ? അപ്പൊ ഇതാണ് ഹമാരേലിയെ, ഞങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി. ഓക്കെ, ശരി. അടുത്തതാണ് കിസ്കേലിയെ. കിസ്കേലിയെ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ആർക്ക് വേണ്ടി? മനസ്സിലായോ? കിസ്കേലിയെ. ഇപ്പൊ നമ്മൾ പറയാണ്, ചോദിക്കാണ് ഏ കിസ്കേലിയെ ബനായാ താ, ഇത് ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്? ഏ കിസ്കേലിയെ ബനായാ താ. അതുപോലെ തന്നെ ഇപ്പൊ ഒരു സാധനം ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ചോദിക്കാം ഇത് ആർക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാ, ഇത് ആർക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാ? ഏ കിസ്കേലിയെ രക്കാഹെ. മനസ്സിലായോ? ഏ കിസ്കേലിയെ രക്കാഹെ. അതുപോലെ തന്നെ ആരെങ്കിലും ഒരു വസ്തു എന്തെങ്കിലും നമ്മൾ തന്നിട്ട് ഇത് ആർക്ക് വേണ്ടി തന്നതാ? ഏ കിസ്കേലിയെ ദിയാ ഹെ.
കിസ്കെ ലിയെ ആർക്ക് വേണ്ടി, മനസ്സിലായോ? ദിയാന്ന് വെച്ചാൽ ഇത് ആർക്ക് വേണ്ടി തന്നതാ, കിസ്കെ ലിയെ ദിയാ ഹെ. അപ്പൊ ഇതാണ് കിസ്കെ ലിയെ, മനസ്സിലായോ? ശരി, ഇനി എന്താ, ആപ്കെ ലിയെ. ആപ്കെ ലിയെ എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് വേണ്ടി അല്ലെ? യെ ആപ്കെ ലിയെ ഹെ എന്ന് വെച്ചാൽ ഇത് താങ്കൾക്ക് വേണ്ടിയാണ്. യെ ആപ്കെ ലിയെ ഹെ. ഇനി എന്താ, തുമാരേ ലിയെ ഹെ. തുമാരേ ലിയെ നിങ്ങൾക്ക് വേണ്ടി. യെ തുമാരേ ലിയെ ഹെ ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇനി എന്താ, തെരേ ലിയെ ഹെ. തെരേ ലിയെ ഒട്ടും റെസ്പെക്ട് ഇല്ലാണ്ട് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് മാത്രം സംസാരിക്കുന്ന കേട്ടോ ഈ ഒരു ടോം. യെ തെരേ ലിയെ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തു എന്ന് നമ്മൾ യൂസ് ചെയ്യാറില്ലേ, അതിന്റെ ഒരു കെലിയ രൂപമാണ് കേട്ടോ. തെരേ ലിയെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി. ഇത് നിനക്ക് വേണ്ടിയേ തെരേ ലിയെ ഹെ ഇത് നിനക്ക് വേണ്ടിയുള്ളതാണ്, മനസ്സിലായോ? അപ്പൊ ഇതാണ് ഈ കേലിയെ. ഈ കേലിയെ എല്ലാം എന്താ പറയാ, വേണ്ടി എന്നുള്ള അർത്ഥമാണ്. ആ കേലിയുടെ മുമ്പിൽ എന്തൊക്കെ വരും എന്നാണ് നമ്മൾ നോക്കിയത്, മനസ്സിലായോ? എല്ലാം അറിയാം, നമ്മൾ ഒരുപാട് സംസാരിച്ചു പോയ സെന്റൻസിൽ ഉള്ളതാണ്. പക്ഷെ അതിനെ മാത്രം ഒന്ന് സോർട്ട് ചെയ്തൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഉസ്കെ ലിയെ, മേരെ ലിയെ, ഖുദ് കെ ലിയെ, തെരേ ലിയെ, തുമാരേ ലിയെ, അത്രയേ ഉള്ളൂ. ഇതിൽ വേറൊരു കൺഫ്യൂഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇനിയുള്ളത് എന്താ, രണ്ടൊരു വാക്കാണ്. ഒന്ന് ഇസ്ലിയെ, നമുക്കറിയാം അതുകൊണ്ട്. ഇസ്ലിയെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട്. നമ്മൾ ഇസ്ലിയക്ക് വേണ്ടി മാത്രം ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ട് അല്ലെ? ഇപ്പൊ നമ്മൾ പറയാണ് ആജ് മേരി തബിയത്ത് ടീക് നെയ്യേ എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ഓൾറെഡി പറഞ്ഞ സെന്റൻസാ. മേരി തബിയത്ത് ടീക് നെയ്യേ. മേരി തബിയത്ത് ടീക് നെയ്യേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സുഖമില്ല, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആജ് മേരി തബിയത്ത് ടീക് നെയ്യേ ഇസ്ലിയേ അതുകൊണ്ട്. इसलिए मैं नहीं आ सकता हूँ, आ सकती हूँ. इसलिए मैं नहीं आ सकता हूँ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് വരാൻ കഴിയില്ല, മനസ്സിലായോ? അതുപോലെ തന്നെ ഞാൻ പറയാണ് ഞാനിത് ആരോടും പറയില്ല, അതുകൊണ്ട് നീ നുണ പറയണ്ട. ഞാനിത് ആരോടും പറയില്ല, അതുകൊണ്ട് നീ നുണ പറയണ്ട. എങ്ങനെയാ പറയാ? मैं ये किसी को नहीं बताऊंगी അല്ലെങ്കിൽ ബത്താവുക. അത് നമ്മൾ എന്താ പറയുന്നത്, സ്ത്രീയാണെങ്കിൽ ബത്താവുങ്കി, പുരുഷനാണെങ്കിൽ ബത്താവുക. അതാണ് കേട്ടോ. നമ്മൾ എന്താ എല്ലാത്തിനും അത് സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് പറയണില്ല. നമ്മുടെ ആദ്യത്തെ ക്ലാസ്സുകളിലെല്ലാം ഞാൻ അത് പറയുന്നുണ്ട്, സ്ത്രീയും പുരുഷനും തിരിച്ച്. വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ടാണ് കേട്ടോ അതിപ്പോൾ അങ്ങനെ പറഞ്ഞു പോകുന്നത്. ബത്താവുക അല്ലെങ്കിൽ ബത്താവുങ്കി. യേ മേ കിസിക്കോ നഹി ബത്താവുങ്കി ഇസ്ലിയേ അതുകൊണ്ട് आप झूठ बोलने का जरूरत नहीं है. आप झूठ बोलने का जरूरत नहीं है എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ झूठ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നുണ, ബോൽനേക്ക പറയേണ്ട, ജറൂരത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യം, നെഹിയെ ഇല്ല, മനസ്സിലായോ? അപ്പൊ എന്താ പറഞ്ഞേ? मैं ये किसी को नहीं बताऊंगी इसलिए आप झूठ बोलने का जरूरत नहीं है. ഇതാണ് സെന്റൻസ്. ഇസ്ലിയുടെ ഒരു സെന്റൻസ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ പഠിച്ചതാണ് മുൻപത്തെ ഒരു ക്ലാസ്സിൽ ഇസ്ലിയെ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഒരു വാക്കാണ് കിസ്ലിയെ. കിസ്ലിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട്. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വേർഡ് ആണ് അല്ലെ കിസ്ലിയെ. അപ്പൊ ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ ഇത് പകരം ഉപയോഗിക്കുന്ന വാക്കുണ്ട് ക്യൂ എന്നുള്ളത്. അത് ഞാൻ സെന്റൻസ് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഞാൻ പറയാണ് ആ കിസ്ലിയെ ആയേ ഹോ. ആ കിസ്ലിയെ ആയേ ഹോ താങ്കൾ എന്തുകൊണ്ടാണ് വന്നത്, മനസ്സിലായോ? കിസ്ലിയെ എന്തുകൊണ്ട്. അവിടെ നമ്മൾ ക്യൂം എന്ന് യൂസ് ചെയ്തും ചോദിക്കും ആ ക്യൂം ആയിരുന്നു. പക്ഷെ ചില സിറ്റുവേഷൻസിൽ വരുന്ന മാറ്റങ്ങളാണ് നമുക്ക് ഏതാണ് ആക്റ്റീവ് ആയിട്ട് വരുന്നത് അത് യൂസ് ചെയ്യാം. അപ്പൊ കിസ്ലി എന്ന് പറയുന്നതും എന്തുകൊണ്ടെന്നുള്ളതാ. അപ്പൊ ആ കിസ്ലി ആയേ ഹോ. ഇനിയിപ്പോ നമ്മൾ ഈ ഹോ വെച്ചിട്ട് ആപ്പ് വരുമ്പോ ഹോ അല്ല ഹേ ആണ്, തും വരുമ്പോ ഹോ പറയണം. ഇതൊക്കെ നമ്മൾ ഗ്രാമറിൽ പഠിച്ചിട്ടുണ്ട്. നമ്മളല്ല ഗ്രാമറിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളാട്ടോ. പക്ഷെ നമ്മൾ സംസാരിക്കുന്ന ഈ എഴുത്ത് രീതിയിലല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ സംസാരത്തിൽ വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി റെസ്പെക്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചോദിക്കുക. അപ്പൊ അവിടെ നമ്മൾ ഗ്രാമർ നോക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഗ്രാമറിൽ ഇങ്ങനെയല്ലല്ലോ എന്ന് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അതുകൊണ്ടാണ് പറയുന്നത് സംസാരിക്കുമ്പോൾ ഗ്രാമറിന്റെ എന്താ പറയാ അതുപോലെ തന്നെ സംസാരിക്കണമെന്ന് ഒരു റൂളും ഇല്ല, മനസ്സിലായോ? വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഗ്രാമർ ശ്രദ്ധിക്കാനുള്ളൂ. വിതൗട്ട് ഗ്രാമർ സുഖമായിട്ട് നമുക്ക് സെന്റൻസ് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കാൻ പഠിക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ ഞാനിപ്പോ എന്താ പറഞ്ഞേ, ആ കിസ്ലിയെ ആയേഹോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട്, എന്തിനാ എന്നൊക്കെയുള്ള അർത്ഥം. നീ താങ്കൾ എന്തിനാ വന്നത് എന്ന് ചോദിക്കില്ലേ, അതാണ് കേട്ടോ ആ കിസ്ലിയെ ആയേഹോ. അതുപോലെ തന്നെ ആ
കിസ്ലിയെ ജാ രഹേ ഹോ? ആപ് കിസ്ലിയെ ജാ രഹേ ഹോ? താങ്കൾ എന്തിനാണ് പോകുന്നത്? മനസ്സിലായോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് വളരെ എന്താ പറയുക സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആയിരുന്നു. ഇത്രയുള്ളൂ ഇന്നത്തെ ക്ലാസ്, വേറെ ഒന്നുമില്ല. അതുകൂടാതെ തന്നെ ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നമ്മുടെ സീരീസ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല, കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഞാൻ ഈ ജൂൺ 1 മുതൽ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് 5, 6, 7 ക്ലാസ്സുകളിൽ CBSE സിലബസ് ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, ഓൺലൈൻ ട്യൂഷൻ. അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ആർക്കെങ്കിലും ഉപയോഗം ഉണ്ടെങ്കിൽ, വളരെ ലിമിറ്റഡ്, വളരെ കുറച്ച് കുട്ടികൾക്ക് ഉണ്ടാവുള്ളൂ. ഈ 3 ബാച്ചിലും ഒരു എന്താ പറയുക 20 കുട്ടികളെ വെച്ചിട്ട്, കൂടുതൽ ഫോളോ അപ്സ് വേണ്ടതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികളെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ സ്റ്റേറ്റ് സിലബസും CBSE സിലബസും ചെയ്യണമെന്നുണ്ട്. അത് ഏതാണെന്നുള്ളത് CBSE ആണ് ഇപ്പോൾ 1-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ അടുത്ത വീഡിയോന്റെ താഴെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കമന്റിൽ ചോദിക്കാൻ പറയണം. അതുപോലെ നിങ്ങളൊന്ന് പരിചയമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, പിന്നെന്താ, നമ്മൾ എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.